തനിക്കെതിരെ വരുന്ന എല്ലാ ശബ്ദങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് ഒരു ജനതയെ മുഴുവൻ പട്ടിണിക്കിട്ട് കൊല്ലുന്ന നരാധമന്മാരുടെ പട്ടികയിലേക്കാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവും കടന്നു ചെല്ലുന്നത്. യുദ്ധക്കോപ്പുകൾ താഴെ വെച്ച് അയാൾ അട്ടഹസിച്ചപ്പോൾ സമാധാനം വരുമെന്ന് പ്രത്യാശിച്ചവരൊക്കെ മനസ്സിലാക്കിക്കോളൂ, ഒരു ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടി മാത്രമാണ് അയാൾ ആയുധം താഴെ വെച്ചത്. ഇന്ന് ഭക്ഷണത്തിനും വെള്ളത്തിനും ഗാസയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് ആ പാവപ്പെട്ട മനുഷ്യരെ മരണത്തിന് വിട്ടുകൊടുക്കുകയാണ് നെതന്യാഹു എന്ന ചെകുത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ താക്കീത് നൽകിയിട്ടും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ചെയ്തു കൂട്ടുന്ന കൊടും പാതകങ്ങൾ അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ടും അതിനൊന്നും വശംവദനാകാതെ നെതന്യാഹു മുന്നോട്ടു പോകുമ്പോൾ ആ ചെകുത്താന്റെ കാലിനടിയിൽ അമർന്നില്ലാതാകുന്നത് ഗാസയിലെ പാവപ്പെട്ട മനുഷ്യരാണ്. സാമ്രാജ്യത്വ രാജ്യങ്ങൾ മനുഷ്യരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പോലും മടി കാണിക്കുന്ന പാവം മനുഷ്യർ, പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും കരുണ കാണിക്കാതെ ഒരിറ്റു വെള്ളം ഗാസയിലെത്താൻ അനുവദിക്കാതെ പട്ടിണിയെ യുദ്ധമുറയാക്കിയാണ് നെതന്യാഹു യുദ്ധം ചെയ്യുന്നത്. സ്വന്തം രാജ്യത്ത് വരെ നെതന്യാഹുവിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും സഖ്യകക്ഷികളെല്ലാം സഹകരണം ഉപേക്ഷിച്ചിട്ടും നെതന്യാഹുവിന് മതിയായിട്ടില്ല. ലോകത്തിന്റെ മുന്നിൽ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് നിലവിൽ ഇസ്രായേൽ. എന്നിട്ടും അഹങ്കാരം അവസാനിക്കുന്നില്ല. നമുക്ക് വാർത്തയിലേക്ക് വരാം. അതിനു മുൻപ് ഒരു കാര്യം ചോദിക്കട്ടെ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ. ഉപരോധിക്കപ്പെട്ട ഗാസ മുനമ്പിൽ ഇസ്രായേൽ സൈന്യം തീവ്രമായ കരയാക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. ഗാസയിൽ 2 മാസത്തിലേറെയായി നിലനിൽക്കുന്ന സമ്പൂർണ്ണ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം നടക്കുന്നത്. ഓപ്പറേഷൻ ഗിഡിയോൺ ചാരിയറ്റ് എന്ന് പേരിട്ട ആക്രമണത്തിലൂടെ ഗാസ മുനമ്പിൽ നിയന്ത്രണാധികാരം സ്ഥാപിക്കുകയാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഗാസയിലേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും സഹായം അനുവദിക്കാനും അമേരിക്കൻ സർക്കാരിലെ സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഇസ്രായേലിന് മേൽ വർദ്ധിച്ചു വരികയാണ്. എന്നിട്ടും കൊതി തീരാത്ത ഇസ്രായേൽ എന്താണ് ഗാസയിൽ കാട്ടിക്കൂട്ടുന്നത്? ഇപ്പോൾ അവിടെ പട്ടിണിക്കിട്ട് ഒരുപാട് മനുഷ്യരെ കൊല്ലുകയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇന്ന് സാത്താന് മറ്റൊരു രൂപം നൽകുകയാണെങ്കിൽ നമുക്ക് നെതന്യാഹുവിനെ ചൂണ്ടിക്കാണിക്കാനാകും. ഗാസയിലെ ഇസ്രായേൽ യുദ്ധം രൂക്ഷമാകുന്നതിൽ തനിക്ക് ഭയമുണ്ടെന്ന് പറഞ്ഞിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇപ്പോൾ ബ്രിട്ടന്റെ ഇസ്രായേലുമായുള്ള സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് സാധാരണക്കാരെ ഗാസയിലെ പട്ടിണി അലട്ടുന്നുവെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പാർലമെന്റ് അംഗങ്ങളോട് പറഞ്ഞു. ഗാസയിലെ ഈ സാഹചര്യം ബ്രിട്ടീഷ് സർക്കാർ അവഗണിക്കില്ലെന്നും യുദ്ധം കൂടുതൽ വഷളാകുന്നതിൽ നിന്ന് ഇസ്രായേൽ ഭരണകൂടത്തെ പിന്തിരിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത് ജനതയുടെ അവകാശങ്ങളോടുള്ള അപമാനമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലി ഭരണകൂടവുമായുള്ള ഒരു പുതിയ സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ഞങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രഖ്യാപിക്കുന്നുവെന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു. ഇസ്രായേലിന് അവരുടെ ബാക്കിയുള്ള തടവുകാരെ മോചിപ്പിക്കാനുള്ള മാർഗം യുദ്ധമല്ലെന്ന് പറഞ്ഞ ലാമി മാനുഷിക സഹായങ്ങൾക്കുള്ള ഉപരോധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. കൂടാതെ ഗാസയിലെ സൈനിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അനുപാതമില്ലാതെ വർദ്ധിക്കുന്നതിനെതിരെയുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ എതിർപ്പ് ഇസ്രായേലിനെ അറിയിക്കണമെന്നും ഗാസയ്ക്കുള്ള സഹായം 11 ആഴ്ചത്തേക്ക് തടഞ്ഞത് ക്രൂരവും ന്യായീകരിക്കാനാവാത്തതുമാണെന്ന് ഊന്നിപ്പറയുകയും ചെയ്യുമെന്നും ബ്രിട്ടീഷ് മന്ത്രി ഹാമിഷ് ഫാൽക്കണർ പറഞ്ഞു. അന്താരാഷ്ട്ര മാനുഷിക നിയമപ്രകാരമുള്ള ബാധ്യതകൾ ഇസ്രായേൽ പാലിക്കുകയും ഗാസയിലെ ജനങ്ങൾക്ക് പൂർണ്ണമായും വേഗത്തിലും സുരക്ഷിതവുമായും തടസ്സമില്ലാതെയും മാനുഷിക സഹായം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണമെന്നും ഫാൽക്കണർ കൂട്ടിച്ചേർത്തു. ബ്രിട്ടീഷ് സർക്കാരിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ഇസ്രായേൽ രാജ്യത്തിന്റെ 44ാമത്തെ വലിയ വ്യാപാര പങ്കാളിയായിരുന്നു. ഇരു രാജ്യങ്ങളും $7.8 ബില്യൺ സാധനങ്ങളും സേവനങ്ങളും കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ നിലവിലെ അതിരുവിട്ട നീക്കങ്ങൾ ഈ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയേക്കും. ബ്രിട്ടൻ മാത്രമല്ല, ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവരുമായുള്ള വ്യാപാര ബന്ധം പുനഃപരിശോധിക്കാൻ യൂറോപ്യൻ യൂണിയനും ആലോചിക്കുന്നതായി ബ്ലോക്കിലെ ഉന്നത നയതന്ത്രജ്ഞ കാജ കല്ലാസ് വെളിപ്പെടുത്തി കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ 27 അംഗരാജ്യങ്ങളിൽ നിന്നും ഈ തീരുമാനത്തിൽ ശക്തമായ പിന്തുണയാണ് ലഭിച്ചത്. ഗാസയിലെ അവകാശ ലംഘനത്തെക്കുറിച്ച് തനിക്ക് സംശയമില്ലെന്നും പുനഃപരിശോധന മുഴുവൻ കരാറും നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചേക്കാമെന്നുമാണ് ബെൽജിയം വിദേശകാര്യമന്ത്രി മാക്സിം പ്രോവോഡ് പറഞ്ഞത്. അതുമാത്രമല്ല, വീണ്ടും കരയുദ്ധം ആരംഭിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തെ നേരത്തെ തന്നെ ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ എന്നീ രാജ്യങ്ങൾ എതിർത്തിരുന്നു. തുടക്കത്തിൽ തങ്ങൾ പിന്തുണച്ചിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ നീക്കങ്ങൾ അതിരുവിട്ടുവെന്നാണ് അവരുടെ അഭിപ്രായം.
അഭിപ്രായം. ഫലസ്തീനിലെ മനുഷ്യരുടെ ദുരിതം അസഹനീയമാണെന്നും അവർ പറഞ്ഞു. കൂടാതെ ബന്ദികളാക്കിയവരെ ഹമാസ് മോചിപ്പിക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് ഈ രാജ്യങ്ങൾ ഇത്ര ശക്തമായി ഇസ്രായേലിനെതിരെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത്. 2023 ഒക്ടോബറിൽ സംഘർഷം രൂക്ഷമായതിനു ശേഷം ഗാസ കടുത്ത മാനുഷിക വെല്ലുവിളികൾ നേരിട്ട പ്രദേശമായിരുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ ഉപരോധവും വ്യോമാക്രമണങ്ങളും നിരവധി സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ 50,000-ലധികം ഫലസ്തീനികളുടെ മരണത്തിന് കാരണമായി എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഉപരോധം വ്യാപകമായ പട്ടിണിക്കും കാരണമായി. സഹായവാഹന വ്യൂഹങ്ങൾ ലക്ഷ്യമിടുകയും ആവശ്യവസ്തുക്കൾ സാധാരണക്കാർക്ക് എത്തുന്നത് തടയുകയുമായിരുന്നു ഇസ്രായേൽ ചെയ്തത്. ഈ നടപടികൾ ചില അന്താരാഷ്ട്ര നിരീക്ഷകരെ ഇത് യുദ്ധ കുറ്റകൃത്യങ്ങളോ അതോ അന്താരാഷ്ട്ര നിയമപ്രകാരം വംശഹത്യയോ ആണെന്ന് ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. 2024 നവംബറിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധത്തിന്റെ ഒരു രീതിയായി പട്ടിണി ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളും ആരോപിച്ചുകൊണ്ടായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി. പാശ്ചാത്യ പിന്തുണയുള്ള ജനാധിപത്യത്തിന്റെ നേതാക്കൾക്കെതിരായ ഈ അഭൂതപൂർവമായ നീക്കം ഇസ്രായേലിന്റെ നയതന്ത്ര ബന്ധങ്ങളെ വഷളാക്കി. നിരവധി രാജ്യങ്ങൾ ഇസ്രായേൽ അംബാസഡർമാരെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തു. അപ്പോഴും ഗാസയിൽ ഇസ്രായേൽ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. രാജ്യത്തിന് പുറത്തുനിന്നും മാത്രമല്ല ഇസ്രായേലിനുള്ളിൽ നെതന്യാഹുവിന് എതിർപ്പ് വർദ്ധിച്ചു വരികയാണ്. പൊതുജനാഭിപ്രായം മാറിയിരിക്കുന്നു. ഹമാസ് തടവിലാക്കിയ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഏകദേശം 70% ഇസ്രായേലികളും ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിന് പകരം ഗാസ ചുട്ടരിക്കാനും യുദ്ധം അനിശ്ചിതകാലത്തേക്ക് നീട്ടി കൊണ്ടുപോകാനും മാത്രമാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നത് എന്ന വസ്തുതയാണ് ഇസ്രായേലികൾ പോലും ചോദ്യം ചെയ്തത്. യുദ്ധക്കൊതിമൂത്ത് രാജ്യത്തെ ജനതയുടെ വികാരം പോലും കണക്കിലെടുക്കാതെ പ്രവർത്തിക്കുന്ന നെതന്യാഹുവിനെതിരെ രാജ്യത്തുടനീളം പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. നെതന്യാഹുവിന്റെ രാജിക്കും പുതിയ തെരഞ്ഞെടുപ്പിനും വേണ്ടി പ്രകടനക്കാർ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ ദീർഘകാല സൈനിക പ്രചാരണം ദേശീയ സുരക്ഷാ ലക്ഷ്യങ്ങളെക്കാൾ രാഷ്ട്രീയ താൽപര്യങ്ങൾ നിറവേറ്റുന്നു എന്നാണ് വിമർശകരുടെ വാദം. ഹമാസിന് ഖത്തറിന്റെ സാമ്പത്തിക സഹായം നൽകുന്നതിൽ തന്റെ സർക്കാരിന്റെ പങ്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ അംഗീകരിച്ചത് അദ്ദേഹത്തിന്റെ ഗാസ നയങ്ങളെക്കുറിച്ചുള്ള വിമർശനം ശക്തമാക്കുകയാണ് ചെയ്തത്. 2018 അയച്ച കത്തിൽ ഗാസയ്ക്ക് പ്രതിമാസം $30 മില്യൺ നൽകണമെന്ന് നെതന്യാഹു ഖത്തറിനോട് ആവശ്യപ്പെട്ടിരുന്നു. അത്തരം ധനസഹായം ഭീകര ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ നടത്താനുള്ള പ്രചോദനം കുറയ്ക്കുമെന്നും മാനുഷിക പ്രതിസന്ധി തടയുമെന്നും പ്രാദേശിക സ്ഥിരത സംരക്ഷിക്കുമെന്നും അദ്ദേഹം വാദിച്ചു. ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭ ഏകകണ്ഠമായി അംഗീകരിച്ചതും ഷിൻബെറ്റ്, മൊസാദ് തുടങ്ങിയ രഹസ്യാന്വേഷണ ഏജൻസികൾ അംഗീകരിച്ചതുമായ ഈ തന്ത്രം ഹമാസിനെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഫലസ്തീൻ അതോറിറ്റിയുടെ സ്വാധീനം ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നടന്നത്. എന്നിരുന്നാലും ഈ നയം ഹമാസിന്റെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. ഖത്തർ ഫണ്ടുകളുടെ ഒരു പ്രധാന ഭാഗം ഹമാസിന് സായുധ വിഭാഗത്തിന്റെ കൈകളിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇത് ഇസ്രായേൽ നിയന്ത്രിക്കാൻ ശ്രമിച്ച അതേ ഗ്രൂപ്പിനെ അബദ്ധവശാൽ ശക്തിപ്പെടുത്തുമോ എന്ന ആശങ്കയും ഉയർത്തി. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് നെതന്യാഹുവിന്റെ ഭരണകൂടം ഖത്തർ ഗേറ്റ് അഴിമതിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇസ്രായേലി മാധ്യമങ്ങളെയും രാഷ്ട്രീയ തീരുമാനങ്ങളെയും സ്വാധീനിക്കാൻ ഖത്തറിൽ നിന്ന് പണം സ്വീകരിച്ചുവെന്ന് ആരോപിച്ച് അദ്ദേഹത്തിന്റെ ചില ഉപദേഷ്ടാക്കളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇസ്രായേലി മാധ്യമങ്ങളെയും രാഷ്ട്രീയ തീരുമാനങ്ങളെയും സ്വാധീനിക്കാൻ ഖത്തറിൽ നിന്ന് പണം സ്വീകരിച്ചുവെന്ന് ആരോപിച്ച് അദ്ദേഹത്തിന്റെ ചില ഉപദേഷ്ടാക്കളെ അറസ്റ്റ് ചെയ്തു. വ്യക്തിപരമായ ഇടപെടൽ നെതന്യാഹു നിഷേധിച്ചു. അത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നുവെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ വെളിപ്പെടുത്തലുകൾ ഇസ്രായേലിനുള്ളിൽ സഖ്യകക്ഷികൾക്കിടയിലും നെതന്യാഹുവിന്റെ നയങ്ങളുടെ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഹ്രസ്വകാല തന്ത്രപരമായ നേട്ടങ്ങളെയും മേഖലയിലെ തന്ത്രപരമായ തിരിച്ചടികളും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾക്കാണ് തുടക്കമിട്ടത്. എന്തായാലും ചതിയനായ ചെകുത്താനായ നെതന്യാഹുവിനെയാണ് ആധുനിക സമൂഹം ഒന്നും ചെയ്യാതെ വെറുതെ വിടുന്നത്. ഇത്രയും ചെയ്തു കൂട്ടിയിട്ടും അയാൾക്ക് വേണ്ട ശിക്ഷ കൊടുക്കാൻ ഇവിടെ ആരുമില്ലേ എന്ന ചോദ്യം മാത്രം ബാക്കിയാവുകയാണ്. ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.